പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദയക്കായി ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ പ്രിയ പാസ്റ്റർ അനീഷിനോടുള്ള നന്ദിയെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഈ സാക്ഷ്യം അനേകർക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് സുജ സജി. എൻ്റെ ഹസ്ബൻഡ് സജി ജോൺ സുവിശേഷ വേലയിലുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. എനിക്ക് 3 മക്കളാണ്. മൂത്ത ആൾ ഡോക്ടർ ഗ്ലോറിയ, രണ്ടാമത്തെ മകൾ കെസിയ BSc നഴ്സിംഗ് പഠിക്കുന്നു. മകൻ ഗോഡ്വിൻ +2 പഠിക്കുന്നു. എൻ്റെ മാതാപിതാക്കന്മാരും എനിക്ക് സഹോദരനും കുടുംബവുമുണ്ട്. എൻ്റെ മാതാവും പിതാവും മർത്തോമ സഭയിലാണ്. എൻ്റെ ആങ്ങളെയും കുടുംബവും കുവൈറ്റിലുണ്ട്. അവരും മർത്തോമ സഭയിൽ നിൽക്കുന്നു. എൻ്റെ പിതൃകുടുംബമെല്ലാം മർത്തോമ സഭയിലാണ്. എൻ്റെ മാതാവിൻ്റെ കുടുംബമെല്ലാം യാക്കോബ പശ്ചാത്തലവുമാണ്. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് എൻ്റെ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കിയത്. അവിടെ യാക്കോബ സഭ വളരെ ദൂരെ ആയതുകൊണ്ട് അടുത്തുള്ള IPC ചർച്ചിലായിരുന്നു ഞങ്ങളെ സൺഡേ സ്കൂളിന് വിട്ടിരുന്നത്. എൻ്റെ മാതാവിൻ്റെ കുടുംബം കാർത്തികപ്പള്ളിയിലാണ്, അതായത് നങ്ങിയാർകുളങ്ങര കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ്. അവിടെ കാർത്തികപ്പള്ളിയിലുള്ള യാക്കോബ ചർച്ചിൽ ആയിരുന്നു എൻ്റെ അമ്മയുടെ കുടുംബത്തിലുള്ളവരെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ യാക്കോബ ചർച്ച് ദൂരെ ആയതുകൊണ്ട് അടുത്തുള്ള ഈ IPCയിലായിരുന്നു ഞങ്ങളെ വിട്ടിരുന്നത്. ബാല്യത്തിൽ തന്നെ സുവിശേഷ വേലയോടും പ്രാർത്ഥന ഇതൊക്കെ എനിക്ക് വളരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു അടിത്തറയായിരുന്നു ആ കാലഘട്ടങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടമാണ് ഇപ്പോൾ എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് എന്ന് പറയുന്നതിൽ, അതായത് ഇപ്പോൾ ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് കാരണം എൻ്റെ ബാല്യത്തിലെ ആ അടിത്തറയാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആ കുടുംബം എന്നോട് കാണിച്ച സ്നേഹവും വാത്സല്യവും, അതായത് ആ IPC സഭയിലെ അന്നത്തെ അവരുടെ വീടിനോട് ചേർന്നായിരുന്നു ആ IPC ഹാള്. നിസിയും കുടുംബവും, നിസിയാണ് എൻ്റെ ബാല്യകാല സുഹൃത്ത്. അവർ മുഖാന്തരമാണ് ഞാൻ കർത്താവിനെ അന്ന് അറിയുവാനും പ്രാർത്ഥനയ്ക്ക് പോകുവാനും ഒക്കെ കാരണമായി തീർന്നത്. ആമേൻ. അങ്ങനെ യാക്കോബ പശ്ചാത്തലവും മർത്തോമ പശ്ചാത്തലവും പെന്തക്കോസ്ത് പശ്ചാത്തലവും, ഈ 3 പശ്ചാത്തലങ്ങളും കൂടി ഒരുമിച്ച് വളർന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ 10ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികൾക്ക് കാരണമായി തീർന്നു. കർത്താവിനൊരു കോളിംഗ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ പേര് ചൊല്ലി വിളിച്ച എൻ്റെ കർത്താവ്, ആ ദൈവം ആമേൻ എന്നെ കണ്ടതുകൊണ്ട് ഇന്നും ഞാൻ നിലനിൽക്കുന്നു. വൈദ്യശാസ്ത്രം 5 വർഷം പറഞ്ഞയിടത്ത് ആമേൻ ഇത് 8ാമത്തെ വർഷത്തിൽ ദൈവം എന്നെ നിർത്തുന്നു. എൻ്റെ ലങ്സിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15% ഉള്ളൂ. ഈ 15% കൊണ്ട്, അത് ഈ 8 വർഷം മുമ്പ് നോക്കിയപ്പോഴാണ് ലങ്സിൻ്റെ കപ്പാസിറ്റി 15% എന്ന് അറിയുവാനിടയായത്. എന്നാൽ ഇന്ന് 8 വർഷങ്ങൾക്ക് ഇപ്പം നിൽക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബ ഡോക്ടറാകുന്ന സുഹൃത്ത് പറഞ്ഞു, ഞങ്ങളുടെ ഈ വീട് വെച്ചിട്ടിപ്പോൾ 8 വർഷമായി, ഈ വെട്ടിയാർ ഈ വീട് വെച്ചിട്ടിപ്പോൾ 8 വർഷമായി. വീടിൻ്റെ പണിയുടെ സമയത്ത് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ബെഡ്റൂമിൽ ഒരു ഓക്സിജൻ്റെ സപ്പോർട്ട് വെക്കാനും നിങ്ങളുടെ ബെഡ് ഒരു സ്ലാൻഡിങ് പൊസിഷനിലും ഒക്കെ ഉള്ള ഒരു ബെഡ് ആക്കിയാലും ഒക്കെ നല്ലതാണ്. പിന്നീട് ഓരോ വർഷങ്ങൾ കഴിയും തോറും ബുദ്ധിമുട്ട് കൂടി വരും. ഒരു സ്റ്റെപ്പ് നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകും, ഓക്സിജൻ്റെ ഹെൽപ്പില്ലാതെ നടക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥാനത്ത് അവൻ ഇത് 8ാം വർഷം ദൈവം എന്നെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ, ആമേൻ, ഡോക്ടർമാർ പറഞ്ഞത് 5 വർഷമാണ്. പക്ഷേ ആമേൻ ഹല്ലേലൂയ, ഈ 5 വർഷം പറഞ്ഞ ഇടത്ത് ആമേൻ ഇപ്പോൾ കർത്താവിൻ്റെ വേലയിൽ ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ഓടുവാൻ ദൈവം എനിക്ക് കൃപ തരുന്നുണ്ട്. ആമേൻ. അത് അസാധാരണമായ ദൈവകൃപയാണ്. അത് മാനുഷിക ശക്തിയല്ല, മാനുഷിക വൈദ്യങ്ങളുമല്ല.
ദൈവത്തിൻ്റെ ശക്തമായ അടിപ്പിണരാലുള്ള കരുത്താലാണ് ഇന്നും ഞാൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ബാല്യകാലത്ത് കർത്താവിനെ ഞാൻ 10-ാം വയസ്സിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എങ്കിലും ഇടയ്ക്കുള്ള ഒരു പേജുകളുണ്ട്. ആ പേജിൽ ഞാൻ കർത്താവിനെ വിട്ടുപോയ അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് അകന്നു മാറിയ സമയങ്ങളുണ്ട്. ആ അകന്നു മാറിയ സമയങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കൾ കൂടുതലും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന കൂട്ടുകാരികളായിരുന്നു. അവരോട് കൂടെ ഞാൻ അമ്പലങ്ങളിൽ പോകുമായിരുന്നു. പക്ഷേ ഞാനൊരു അമ്പലഭക്തി ആയിരുന്നില്ല. പക്ഷേ എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷ, എന്താണ് എങ്ങനെയാണ് അതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം മറ്റ് വിശ്വാസ അല്ലെങ്കിൽ അമ്പലഭക്തരോ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ എൻ്റെ കൂട്ടുകാരുടെ നിർബന്ധം അനുസരിച്ച് ഞാൻ 2 പ്രാവശ്യം ഈ അമ്പലങ്ങളിൽ പറയപ്പെട്ട അമ്പലങ്ങൾ, ഹരിപ്പാട്ടെ അമ്പലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ തുറന്നു പറയുന്നത്, ഞാൻ എന്നെ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇതിനകത്തെല്ലാം പോയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എൻ്റെ ആശ്വാസവും എൻ്റെ വിടുതലും എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവും മാത്രമാണ്. ഇവിടെ മാത്രമാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും സ്വസ്ഥതയുള്ളത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഏടുകളെ ഞാൻ പറയുന്നത്. അത് മറ്റാരെയും ബുദ്ധിമുട്ടിക്കാനോ മറ്റാരെയും നാണം കെടുത്താനോ ഉള്ളതല്ല. എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും എൻ്റെ മാതാവിൻ്റെ ഭവനക്കാരും എന്നെ നല്ല രീതിയിൽ തന്നെയാണ്, അച്ചടക്കമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. എന്നാൽ ഇതിനകത്ത് കർത്താവ് നേരത്തെ കണ്ടതുകൊണ്ട് ഇതൊക്കെ പറയേണ്ടത് കൊണ്ട് കർത്താവ് ആ ഏടുകളിൽ എന്നെ കൊണ്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. അത് ആരെയും വേദനിപ്പിക്കാനുള്ളതല്ല എന്ന് ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പറഞ്ഞത് ഇന്ന് അതുകൊണ്ട് പലരെയും ആശ്വസിപ്പിക്കാൻ കർത്താവ് എന്നെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ജീവിത പശ്ചാത്തലത്തിൽ ഞാനായിരുന്നു. എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ മണ്ണാറശാല ക്ഷേത്രത്തിൽ ഒരു വട്ടം പോയി. മണ്ണാറശാല ആയില്യത്തിൻ്റെ തലേ ദിവസം വൈകിട്ട് ഞങ്ങളുടെ സ്കൂൾ നേരത്തെ വിട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി അവിടെ നിന്ന് അതെല്ലാം ചുറ്റിക്കണ്ട് കറങ്ങി അവിടെ എല്ലാം അത് കഴിഞ്ഞ് അതിനുശേഷം പിന്നീട് ഒരു പ്രാവശ്യം സുബ്രഹ്മണ്യ ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ തൈപ്പൂയ കാവടിയാട്ടം എന്ന് പറഞ്ഞൊരു ഉത്സവം ഉണ്ടായിരുന്നു. അതിനും ഒരു പ്രാവശ്യം ഞാൻ അവിടെയും പോയിട്ടുണ്ട്. അവിടെ എങ്ങും കിട്ടാത്ത ഞാൻ ഓർക്കുകയായിരുന്നു, ഇപ്പോൾ ഞാനത് ഓർക്കുമ്പോൾ അവിടെയൊന്നും കിട്ടാത്ത ഒരു രക്ഷകനെയാണ് പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അങ്ങനെ ഞാനൊരു അമ്പലഭക്തിയോ കാര്യങ്ങളോ ഒന്നും അല്ല. പക്ഷേ ഇത് എന്താണ്, അവിടെ എന്താണ് നടക്കുന്നത്, എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടെയെല്ലാം പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് മണ്ണാറശാലയിലെ ചന്ദനമായിരുന്നു. ആ ചന്ദനം ഇടാതെ ഞാൻ പുറത്ത് പോകാറില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കൾ അതെനിക്ക് കൊണ്ടുതരും. ഞാനത് എൻ്റെ നെറ്റിയിൽ ചന്ദനമില്ലാത്ത ഒരു ദിവസങ്ങൾ പോലും ഇല്ല അന്നത്തെ സ്കൂൾ ടൈമിൽ. ഞാൻ പറഞ്ഞത് ഞാൻ 10ാമത്തെ വയസ്സിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. പക്ഷേ അതിനുശേഷമുള്ള എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. നാം ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞ് സമർപ്പിക്കപ്പെടുമ്പോൾ പിശാച് അതിൻ്റെ പിറകെ അവരെ അതിൽ നിന്ന് വഴി മാറ്റി വിടാൻ വേണ്ടി ഏത് എക്സ്ട്രീം വരെയും അവനും സഞ്ചരിക്കും. ഞാൻ അത് പറയാനായിട്ടാണ് ഞാൻ ഈ ഭാഗങ്ങളെല്ലാം പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഒരുപക്ഷെ ഞാൻ ഇടയ്ക്ക് വിചാരിച്ചു പോയി, ഞാനും ഒരുപക്ഷെ ഇനിയും ഈ ഒരു വിശ്വാസം മതി, അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദു ആചാരപ്രകാരം നടക്കുകയാണെങ്കിൽ ഒരുങ്ങി നടക്കാം, അതിനൊരു റെസ്ട്രിക്ഷൻ ഇല്ല. എനിക്ക് ഒരുങ്ങി നടക്കുന്നതിനോട് ഭയങ്കര ഭ്രമമായിരുന്നു ആ കാലത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും അമ്പലത്തിൽ പോയാൽ കുറി തൊടാം, അങ്ങനെ ആ ഒരു നമുക്ക് ഒരുങ്ങി നടക്കാം, ആ ഒരു സംഭവം അല്ലാതെ മറ്റൊരു കാര്യം എന്നെ അട്രാക്റ്റ് ചെയ്തത് അല്ല. ഈ കാര്യങ്ങളായിരുന്നു. ചന്ദനം തൊടണം, സിന്ദൂരം തൊടണം, അങ്ങനെ പല കളറിലുള്ള സിന്ദൂരങ്ങളും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പോയി ഞാൻ പറഞ്ഞത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം 14ാം വയസ്സിലൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ 13-14 വയസ്സിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ പക്ഷേ
കർത്താപ്പച്ചന് എന്നെ വിടാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഞാൻ എത്രമാത്രം എക്സ്റ്റെൻഡായി ഞാൻ കർത്താപ്പച്ചനെ വിട്ടുപോയോ, ആമേൻ, അതിനപ്പുറം ഓരോ നിമിഷവും എന്നെ തേടി വന്ന ഒരു കർത്താവിനെ ഞാൻ രുചിച്ചറിയുകയും ചെയ്തിരുന്നു. ആമേൻ. എന്ന പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും ഞാൻ ഇരിക്കത്തില്ല. അങ്ങനെയാണ് ഒരു പ്രാവശ്യം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ആ കുടുംബ പ്രാർത്ഥനയിൽ വെച്ച് എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ അന്ന് ആ നങ്ങിയാറുകുളങ്ങര IPC ചർച്ചിൽ ഇരുന്ന് കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളായ ഞങ്ങളെല്ലാവരും അവിടെ പാട്ടുപാടി കൈയടിച്ച് പാടി പ്രാർത്ഥിച്ചതിന് ശേഷമേ ഞങ്ങളുടെ മുതിർന്നവർ അവിടെ സന്ധ്യാ നമസ്കാരത്തിന് ഇരിക്കാറുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഇതുപോലെ പരിശുദ്ധമാവിനാൽ ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടു. എൻ്റെ അമ്മച്ചിയും അവരെല്ലാവരും ഓടി വന്നു. ഞാൻ എന്താണ് ഈ പറയുന്നത്, ഞാൻ എന്ത് മറുഭാഷയാണ് ഈ പറയുന്നത് എന്നൊക്കെ അറിയാനായിട്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ഞാൻ ദൈവത്തെ ഈയൊരു പേഴ്സണലി എനിക്ക് ദൈവമായിട്ട് റിലേഷനുണ്ട്, എങ്കിലും ഈ മറ്റ് ചമയങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോഴും എന്നെ കൈവിടാത്ത എന്നെ ശ്രദ്ധിക്കുന്ന ഒരു യേശുവിൻ്റെ സാമീപ്യം ഞാൻ എപ്പോഴും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. അതാണ് എന്നെ ഇന്ന് വ്യത്യസ്തയാക്കിയതും. ഹല്ലേലൂയ. അങ്ങനെ ഈ യേശുവിൽ ഞാൻ പിന്നെയും അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് ഇടയായി തീർന്നു. 13-ാമത്തെ വയസ്സിൽ എനിക്ക് ആസ്മ പേഷ്യൻ്റായി ഞാൻ മാറി. എല്ലാ ദിവസവും മിക്കവാറുമുള്ള ദിവസങ്ങളിൽ ഞാൻ ശ്വാസം കിട്ടാതെ നേരം വെളുപ്പിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലും എൻ്റെ ജീവനെ കർത്താവ് പരിപാലിച്ചു. ആ ദൈവം ഇന്നും എന്നും നമ്മളെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഡോക്ടർ ജോയ്സ് മാമിൻ്റെ ഹോസ്പിറ്റലായിരുന്നു ലാസ്റ്റിൽ ഞാൻ വന്ന് നിന്നത്. ഈ കോട്ടയം മെഡിക്കൽ കോളേജ് മുതൽ എന്നെ അമ്മ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുകളില്ല. എല്ലായിടവും എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയി. ഹോമിയോ കൊണ്ടുപോയി, പിന്നെ യുനാനി ചികിത്സ എന്ന് പറയും അവിടെ കൊണ്ടുപോയി, ആയുർവേദത്തിൽ കൊണ്ടുപോയി, കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എന്നാൽ എൻ്റെ ഈ ശ്വാസമുട്ടലിന് ഒരു അറുതിയില്ലായിരുന്നു. ലാസ്റ്റിൽ തിരുവല്ലയിലുള്ള കല്ലിശ്ശേരിയിലുള്ള ഡോക്ടർ ജോയ്സ് മാമിൻ്റെ അടുത്ത് വരുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഡോക്ടർ അവിടെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. ഒരാഴ്ചയോളം ഞാൻ അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ ഈ ഡോക്ടർ ജോയ്സ് മാമിൻ്റെ അനുഭവ സാക്ഷ്യം എല്ലാ ദിവസവും രാവിലെ അവിടെ റെക്കോർഡ് ഇടുമായിരുന്നു. അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഉണരുന്നത്. അത് കേൾക്കുമ്പോൾ എവിടെ നിന്നില്ലാത്തൊരു ചൈതന്യം എൻ്റെ ഉള്ളിലേക്ക് നിറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ആ ദൈവം എന്നെ സൗഖ്യമാക്കും, എന്നെ വിടുവിക്കും എന്നുള്ളൊരു ചിന്ത എന്നെ നന്നായി ഭരിച്ചുകൊണ്ടിരുന്നു. ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ളൊരു ചിന്ത എന്നിലേക്ക് എന്നിൽ ഉളവാകുവാനായിട്ട് ഇടയായി തീർന്നു. ആദ്യം ഫസ്റ്റ് കൺസൾട്ടേഷനിൽ ഡോക്ടർ ജോയ്സ് എന്നോട് പറഞ്ഞത്, സുജ, ഞാനൊരു ഡോക്ടറാണ്, ഈ ലോകപ്രകാരമുള്ള ബുദ്ധി കൊണ്ടാണ് ഞാൻ നിന്നെ ചികിത്സിക്കുന്നത്. പക്ഷേ ഞാൻ സേവിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിന്നെ വിടുവിക്കാനായിട്ട് കഴിയും. ആ ദൈവത്തിന് നിന്റെ ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ തരാൻ കഴിയും. അതുകൊണ്ട് ഈ ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ നിന്റെ അസുഖത്തിൽ നിന്ന് നിനക്ക് പൂർണ്ണമായൊരു വിടുതൽ ലഭിക്കുവാനായിട്ട് ഇടയായി തീരുമെന്ന് പറഞ്ഞു. അതാണ് പിന്നീട് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഒരു അടുത്ത ഒരു ഫേസിലോട്ട് എന്നെ കൊണ്ടുപോയ ഒരു സാഹചര്യം അതാണ്. അവിടെ നിന്നാണ് പിന്നെ കർത്താവ് എന്നെ തിരികെ പിടിക്കാനായിട്ടുള്ള മുഖാന്തരം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ദൈവത്തെ ഞാൻ അറിഞ്ഞു. അങ്ങനെ ഡോക്ടർ ജോയ്സ് മാമിൻ്റെ അടുത്ത് പിന്നീട് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഓരോ റിവ്യൂ വരുമ്പോഴും പുള്ളിക്കാരി എന്നോടുള്ള വിശേഷങ്ങൾ പറയുന്നതിനപ്പുറം പുള്ളിക്കാരി എപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, സുജ, നീ ദൈവത്തെ അറിയണം, നീ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. അങ്ങനെയൊക്കെ പുള്ളിക്കാരി എന്നോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഓരോ കൺസൾട്ടേഷനിലൂടെ പിന്നെയും എനിക്ക് ലഭിക്കുന്നത് ഒരു ബൂസ്റ്റിംഗ് പവറാണ് എനിക്ക് ലഭിക്കുന്നത്. എങ്ങനെയെങ്കിലും സ്നാനപ്പെടണം എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 99 ഫെബ്രുവരിയിൽ ഞാൻ 1-ാം തീയതി മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, എനിക്ക് സ്നാനം സത്യമാണ്, സ്നാനം അങ്ങയുടെ കൽപ്പനയാണ്, അതനുസരിക്കണമെങ്കിൽ എനിക്ക്
സ്വപ്നത്തിലൂടെ പ്രത്യക്ഷം ആകണം. എനിക്കൊരു ദർശനം തരണം. മറ്റുള്ളവരുടെ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞു, ആമേൻ. പക്ഷേ ഇത് സത്യമാണെങ്കിൽ, സ്നാനം സത്യമാണെങ്കിൽ അത് എന്നോട് വെളിപ്പെടുത്തണം. ഈ ഫെബ്രുവരി 27 മുൻപ് കർത്താവ് അതെനിക്ക് വെളിപ്പെടുത്തി തരണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ രാത്രി 2 മണിക്ക് അന്നും, അത് ഏകദേശം എൻ്റെ 17-16 വയസ്സിലെ കാര്യമാണ് ഈ പറയുന്നത്. ആ സമയങ്ങളിൽ ഞാൻ 2 മണിക്ക് എഴുന്നേറ്റിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവിഷ, ഈ സ്നാനം സത്യമാണെങ്കിൽ, അത് കർത്താവിൻ്റെ കൽപ്പനയാണെങ്കിൽ, അത് ഞാൻ അനുസരിക്കണമെങ്കിൽ അത് എന്നെ കാണിക്കണം. എന്നെ ഈ സ്വപ്നത്തിലൂടെ എനിക്ക് ദർശനം തരണമെന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ 15ാമത്തെ ദിവസം, അതായത് ഫെബ്രുവരി 15-ാം തീയതി, 99 ഫെബ്രുവരി മാസം 15-ാം തീയതി രാത്രി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ കർത്താവിൻ എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട്, സ്വപ്നത്തിൽ ഞാൻ കണ്ടു, ഞാൻ ദർശനം കാണുകയാണ്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നു, ദൈവദാസൻ എന്നെ സ്നാനപ്പെടുത്തുന്നതായിട്ട് ഞാൻ കണ്ടു. അന്ന് അപ്പോൾ എനിക്കൊരു കൺഫർമേഷനായി. ഞാൻ ഇന്നും അങ്ങനെ തന്നെയാണ്. കർത്താവിൽ നിന്ന് ഓരോ കാര്യങ്ങൾ കൺഫർമേഷൻ ഞാൻ പ്രാപിക്കുന്ന കർത്താവിനോട് ഞാൻ ചോദിക്കും, കർത്താവെ, നീ എനിക്ക് വെളിപ്പെടുത്തി തരണം, അല്ലെങ്കിൽ എൻ്റെ വചനത്തിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തരണം, അല്ലെങ്കിൽ എൻ്റെ ദർശനത്തിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തരണം. അതാണ് എൻ്റെ ലാസ്റ്റ് കൺഫർമേഷൻ എല്ലാ കാര്യങ്ങളിലും. അത് ഇന്നും അതങ്ങനെ തന്നെയാണ്. അങ്ങനെ വേഗത്തിൽ ഞാൻ ആ ദേവദാസനോട് പറയുകയും, വീട്ടിൽ ആരും അറിയാതെ ഞാൻ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് മുതൽ പിന്നെ എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. അത് 99 ഡിസംബറിലാണ് ഞങ്ങളുടെ വിവാഹം. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് കേൾക്കുന്ന ആലോചന എല്ലാം സുവിശേഷ വേലയുടെ കാര്യങ്ങളാണ്. 2000 മുതൽ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, നിങ്ങൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടവരാണ്, നിങ്ങൾക്കൊരു ശുശ്രൂഷ മുമ്പിലുണ്ട്. ഇത് മാത്രമാണ് കേൾക്കുന്നത്. പക്ഷേ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കാനുള്ള വേദികളൊന്നുമില്ല. അദ്ദേഹം നല്ലൊരു ബിസിനസ്മാനാണ്. അന്ന് ഞങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ ജോൺസൺ മാർബിൾസ് എന്ന മാർബിളിൻ്റെ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ആ സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വന്ന് ഇരിക്കാൻ പോലുമുള്ള സാഹചര്യം അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. ഏത് സമയത്തും ബിസിനസ് അത് മാത്രമായിരുന്നു. എന്നാൽ ആ സമയങ്ങളിൽ സൺഡേ ഒഴിച്ച് ബാക്കി ഫ്രൈഡേ ഒന്നും ഇടകൂട്ടായ്മകൾക്കൊന്നും അദ്ദേഹം വരാൻ തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം. പക്ഷേ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ചിട്ട് പറയും, നീ ശുശ്രൂഷയ്ക്കുള്ളതാണ്, നീ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അതിന് യാതൊരു സാഹചര്യങ്ങളും ഇല്ല. ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ഒരു കോളിംഗ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളെ പുറത്ത് കൊണ്ടുവരും എന്നുള്ളത് കൂടി ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ ഈ ബിസിനസ്സിൻ്റെ തിരക്കായിരുന്ന ആ വ്യക്തിയെ കർത്താവ് ഞാൻ അങ്ങനെ അങ്ങ് പറയില്ല, ആക്സിഡൻ്റ് ആയി കിടന്നപ്പോൾ ഏകദേശം 3 വർഷത്തിൽ കണ്ടിന്യൂസ് ഏതെങ്കിലും ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ശരീരത്തിൽ വിഷമങ്ങളുണ്ടായി. ഓപ്പറേഷനും കാര്യങ്ങളും മഞ്ഞപ്പിത്തവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു 3 വർഷത്തിൽ ഇങ്ങനെ പോവുകയുണ്ടായി. ആ സമയത്ത് ഇഷ്ടംപോലെ സമയമുണ്ട് ദൈവസന്നിധിയിലായിരിക്കാൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, തിരക്കായിട്ട് നമ്മൾ ഓടുമ്പോൾ സമയം ഉണ്ടാക്കി തന്ന് ദൈവസന്നിധിയിൽ ഇരുത്തുന്ന ഒരു കർത്താവിനെ ഞാൻ രുചിച്ചറിഞ്ഞെന്ന്. ഞാൻ കഷ്ടതയിലായതെനിക്ക് ഗുണമായി, അത് നിൻ്റെ ചട്ടങ്ങളെ പഠിപ്പാൻ എനിക്ക് ഇടയായെന്ന് എൻ്റെ ഹസ്ബൻഡ് തന്നെ ഇപ്പോൾ പറയാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ടെങ്കിൽ നമ്മളൊന്നും ഓടേണ്ട കാര്യമില്ല. കർത്താവ് സമയമാകുമ്പോൾ നമ്മളെ അതിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാൻ ആദ്യം GPM എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രിയിൽ, അത് നമ്മൾ തന്നെ കുറേ യങ്സ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് അതങ്ങനെ മീറ്റിംഗ് ആരംഭിച്ചു. പക്ഷേ അത് പകുതി വഴിക്ക് വെച്ച് നിന്നു പോയി. രണ്ടാമത് ക്രോസ് റോഡ് എന്ന് പറഞ്ഞ ഒരു യൂത്ത് മീറ്റിംഗ് ഞാൻ കർത്താവിനെ ആശ്രയിച്ച് ആ മീറ്റിംഗ് തുടങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. അതിനകത്ത് നമ്മുടെ ഇന്നത്തെ അജി ആൻ്റണി പാസ്റ്ററിൻ്റെ പെങ്ങള് സിസ്റ്റർ സുജ സാബു പാസ്റ്റർ, സുജ ആൻറ്റി, അവരൊക്കെ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പരസ്യയോഗങ്ങളും കാര്യങ്ങളും ചെയ്യാത്ത ഒരാഴ്ച പോലും ഇല്ല. എല്ലാ ആഴ്ചയിലും പരസ്യയോഗം ഞങ്ങൾ ക്രമീകരിക്കും, ഹൗസ് വിസിറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
ഞങ്ങൾ പോകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ക്രോസ് റോഡ് എന്ന് പറഞ്ഞ യൂത്ത് മീറ്റിംഗ് തുടങ്ങി. പക്ഷേ അതും അതിനകത്തും ഉള്ളവർ പകുതി വഴി ജോലി കാര്യങ്ങളും ഒക്കെ പോയത് കൊണ്ട് അതും പകുതി വഴിക്ക് വെച്ച് നിന്നു. പിന്നെയാണ് സാം 91 ജനറേഷൻ ചർച്ച് എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്ഥാനം, അത് യങ്സ്റ്റേഴ്സ്, ഇത് പിന്നെ നമ്മൾ നിന്നു കൊടുക്കാൻ തയ്യാറായാൽ പ്രവർത്തിക്കാൻ ദൈവം ശക്തനാണ്. കേവലം 5 പേരിൽ നിന്ന് തുടങ്ങിയ ആ മീറ്റിംഗാണ് ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ 150 പരം വിശ്വാസികൾ ഒരുമിച്ച് ഞങ്ങൾ എല്ലാ സൺഡേയിലും വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ വെട്ടിയാർ എന്ന സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കുന്നു. ഞാൻ പറഞ്ഞത്, നമ്മൾ മോശ ഒരൊറ്റ വ്യക്തിയായിരുന്നു. പക്ഷേ ആ ഒരു ലീഡറിലൂടെ ഈ 30 ലക്ഷം അധികം പേരാണ് പുറത്തു വന്നത്. നാം നിന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു, നാം വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നും കർത്താവിൻ ഞങ്ങളെ നിർത്തുന്നു. യങ്സ്റ്റേഴ്സ്, ഒരു കൂട്ടം യങ്സ്റ്റേഴ്സ് ഇതിനകത്തൂടെ പുറത്തു വരുന്നുണ്ട്. അത് ഹല്ലേലൂയ. എല്ലാ സമൂഹം തള്ളിയവരുണ്ട് അതിനകത്ത്. വീട്ടുകാർ തള്ളിയവരുണ്ട്. ഹല്ലേലൂയ. സഭക്കാർ തള്ളിയവരുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം ചേർത്ത് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് സാം 91 ജനറേഷൻ. ഇതിനകത്ത് ഒരുപാട് കുടുംബങ്ങളും കടന്നു വരുന്നുണ്ട്, ഒരുപാട് യങ്സ്റ്റേഴ്സും കടന്നു വരുന്നുണ്ട്. എത്ര ഡിപ്രഷനിൽ പോയവർ, സൂയിസൈഡ് ചെയ്യാൻ നിന്ന കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കടന്നു വന്ന് അവർ രക്ഷിക്കപ്പെട്ട് ഇന്ന് അവരുടെ ഭാവി ഏറ്റവും ധന്യവും അനുഗ്രഹവും ശ്രേഷ്ഠകരമായി തീർന്നു. ഞാൻ അവരെ ആരും പേരുകൾ ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു അന്ന് ഈ കോവിഡ് സമയത്ത് ഇത് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സമയത്ത് 4 ചുവരുകൾക്കുള്ളിൽ വിദ്യാഭ്യാസമുണ്ട്, ഇക്വാളിറ്റീസ് ഉണ്ട്, എലിജിബിലിറ്റീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരുന്ന ഒരു കുഞ്ഞ് ഇവിടെ മീറ്റിങ്ങിന് കടന്നു വരികയും അവൻ ദൈവത്താൽ പിടിക്കപ്പെടുകയും ഇന്ന് അവൻ ഐശ്വര്യം നല്ല ഒരു ഡെസിഗ്നേഷനിൽ അവന് ജോലി ചെയ്യുന്നു. ദൈവം അവനെ സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുവാൻ ദൈവം സഹായിച്ചു. പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും യൗവനക്കാർ, നിങ്ങളെ സമൂഹം തഴഞ്ഞവരാണോ, നിങ്ങൾ ആരുമില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്, ഇനി എനിക്കൊരു രക്ഷയില്ല, ഇനി എൻ്റെ ജീവിതം ഇവിടെ ഒടുങ്ങത്തേ ഉള്ളൂ, ഇനി എനിക്കൊരു മാറ്റമില്ല, ഇവിടം കൊണ്ട് എൻ്റെ അവസാനമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ അവസാനമാണെന്ന്. പക്ഷേ നിങ്ങളുടെ അവസാനം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ഓപ്പണിംഗ് ആകാൻ അധികം താമസമൊന്നുമില്ല. നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടും. നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തനിച്ചാകും. നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാവരും നിങ്ങളെ മാറ്റി നിർത്തും. അതാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ള യോഗ്യത. നമ്മൾ വിചാരിക്കും വലിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ വിചാരിക്കുന്നത്, പണം ഉണ്ടാകാം, പദവി ഉണ്ടാകാം, ഇതൊക്കെയാണ് യോഗ്യതയെന്നാണ് നാം വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ അനുഭവത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ കണ്ടു എന്നുള്ളതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയാമോ? നിങ്ങളെല്ലാവരാലും വെറുക്കപ്പെടും, നിങ്ങളെല്ലാവരാലും തള്ളപ്പെടും. നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, നിങ്ങളുടെ ചാർച്ചക്കാർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, അങ്ങനെ നിങ്ങൾക്ക് കംഫോർട്ടായിരിക്കുന്ന സകല സോണുകളും നിങ്ങൾക്ക് എതിർപ്പായി നിങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തും. അതാണ് നിങ്ങളുടെ യോഗ്യത. അങ്ങനെ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൂ, നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്, ദൈവത്തിൻ്റെ വേലയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ടെന്നുള്ള ആ ഒരു ക്വാളിഫിക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലം, നിങ്ങൾ കടന്നു പോകുന്ന ഒറ്റപ്പെടുത്തലുകൾ, ഏകാന്തതകൾ ഒക്കെ അതിൻ്റെ വാതിലുകളാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇത് കേട്ടു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. 2 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ തൂങ്ങാൻ നിൽക്കുന്ന കയറും പൊട്ടി നിങ്ങൾ താഴെ വീഴും. നിങ്ങൾ പോയിസൺ എടുത്ത് കുടിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ ആ കൈകളെ തട്ടി മാറ്റിയിട്ട് ഹല്ലേലൂയ, ദൈവം നിങ്ങളെ വിടുവിക്കും. ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്ന ദൈവം. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല.
അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മാറ്റത്തിനുള്ള സമയമാണ്, മാറി ചിന്തിക്കാനുള്ള സമയമാണ്. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഈ ദൈവം എന്നും എന്നേക്കും നിങ്ങളുടെ ദൈവമാണ്. ആ ദൈവം നിങ്ങളെ ജീവപര്യന്തം വഴി നടത്താൻ ശക്തനായ ദൈവമാണെന്നുള്ള യാതൊരു സംശയമില്ല. ആമേൻ. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനോട് പറ്റിയിരുന്ന് ആമേൻ ആ സ്നേഹം രുചിച്ചറിയുവാൻ ആമേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അവസരങ്ങളിൽ ഒരു ടെസ്റ്റ് മണിയായി എൻ്റെ ചെവിയിൽ എത്തുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തളർന്നു പോകണ്ട. ആമേൻ. നിങ്ങൾ ആരും ഇല്ലാത്തവരെന്ന് വിചാരിക്കേണ്ട. ഏത് സാഹചര്യമായിരുന്നാലും, അഥവാ നിങ്ങൾ പിന്മാറ്റത്തിലാണോ, നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ട് ആമേൻ നിങ്ങൾ പിന്മാറ്റത്തിൽ പോയ വ്യക്തിയാണോ, നിങ്ങൾ വിചാരിക്കും ഇനി എന്നെ യേശു കൈക്കൊള്ളുവോ, ഞാൻ പിന്മാറിപ്പോയതല്ലേ, ഞാൻ ലോകത്തിൻ്റെ അഴുക്കിൽ പോയതല്ലേ, ഇനി ഈ യേശുവിന് എന്നെ സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചിന്ത ആരുടെയെങ്കിലും മനസ്സിലുണ്ട്. ആമേൻ. ദൈവം നിങ്ങളോട് പറയുന്നു, നീ ഏത് എക്സ്ട്രീം വരെ പോയാലും എൻ്റെ കർത്താപ്പച്ചൻ്റെ സ്നേഹത്തിൽ നിന്ന് ആ പരിധി വിട്ട് നിങ്ങൾ ഏത് എക്സ്ട്രീം വരെ പോയാലും ആ ചെളിക്കുഴിയിൽ, ആ പാപക്കുഴിയിൽ നിങ്ങളെ വീണ്ടും തേടി വരാൻ എൻ്റെ യേശു ശക്തനാ. മനുഷ്യർ അവിടെ വെച്ച് നിങ്ങളെ കൈവിടുമായിരിക്കും, പക്ഷേ ആ ദൈവം നിങ്ങളെ അവിടെ നിന്ന് ചേർത്ത് പിന്നെയും അതിന് ഉത്തമ ഉദാഹരണമല്ലേ പത്രോസ് എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ചെന്ന് പറയുമ്പോഴും ആ വല പത്രോസിന്റെ കയ്യിലുണ്ടായിരുന്നു. ലാസ്റ്റിൽ യേശു മരിച്ചതിന് ശേഷം അടക്കം ചെയ്ത് അതിന് പുനരുത്ഥാനം ഉണ്ടായതിനു ശേഷം ഇതൊന്നും അറിയാത്ത പത്രോസ് വീണ്ടും പഴയ വഴിയിലേക്ക് പോയപ്പോൾ അവൻ്റെ ആ സ്ഥാനത്ത് നിന്ന് അവൻ പോയ അതേ സ്ഥാനത്ത് വന്ന് പത്രോസിനെ മടക്കിയെടുത്തെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഏത് എക്സ്ട്രീം വരെ പോയാലും അവിടെ നിന്ന് നിങ്ങളെ വിളിച്ച് നിങ്ങളെ മാറ്റുവാൻ നിങ്ങളെ ശുശ്രൂഷയ്ക്കാക്കുവാൻ 3000 എണ്ണത്തിനെ നേടുവാൻ ആ പത്രോസിനെ കർത്താവച്ചൻ ഒരൊറ്റ സന്ദർശനത്തിലൂടെ ഇടയാക്കിയെങ്കിൽ ഈ ലോകത്തിൽ 800 കോടി ജനങ്ങൾ കിടക്കുകയാണ്. യേശുവിനെ അറിയാത്ത 800 കോടി ജനം ഈ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അതിനായി കാത്തിരിക്കുകയാണ്. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. അവരെ പുറത്തെടുക്കാൻ പത്രോസുമാരായി നിങ്ങളെ ആവശ്യമുണ്ട്. ഈ ദൈവം നിങ്ങളെ വഴി നടത്തും. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭ്രമിച്ചു പോകണ്ട. ഞാൻ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് ആരും ഇരിക്കണ്ട, ഞാൻ പിന്മാറിപ്പോയല്ലോ, ഞാൻ പിന്മാറ്റത്തിലായിപ്പോയല്ലോ. നോ, നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങളൊന്ന് മുട്ടുമടക്കി, അപ്പാ എൻ്റെ പാപം ഒന്ന് ക്ഷമിച്ച് എന്നെ പുതുതാക്കി, എന്നെ പുതിയൊരു വ്യക്തിയാക്കി തീർക്കണമേ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ദൈവം നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. ദൈവത്തിൻ്റെ മഹത്വമുള്ള രാജ്യത്തിന് നിങ്ങളെയും വേണം. അതുകൊണ്ട് ഈ ദൈവം നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്. ആ ദൈവം നിങ്ങളെ വിടുവിക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, പുറത്തു കൊണ്ടുവരട്ടെ. 4 ചുവരുകൾക്കുള്ളിൽ നിങ്ങൾ ഒടുങ്ങിപ്പോകാനുള്ളതല്ല, നിങ്ങൾ പുറത്തു വരിക. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ അഡിക്ഷനിൽ നിങ്ങൾ പെട്ടുകിടക്കുകയാണോ? ഏതെങ്കിലും അഡിക്ഷനിൽ നിങ്ങൾ പെട്ടുകിടക്കുകയാണോ? നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് ശക്തിയുണ്ട്. നിങ്ങൾ ആശ്രയിക്കുന്ന മരുന്നിനോ നിങ്ങൾ ആശ്രയിക്കുന്ന യാതൊരു മുഖാന്തരങ്ങൾക്കോ അതിന് ശേഷിയില്ല, ശക്തിയില്ല. പക്ഷേ ഞാനാകുന്നു എന്ന് പറഞ്ഞ കർത്താവ്, ഹല്ലേലൂയ, ഞാൻ തന്നെ ദൈവമെന്ന് പറഞ്ഞ കർത്താവ്, ആ ദൈവത്തിന് നിങ്ങളുടെ അഡിക്ഷനിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയും. അതുകൊണ്ട് മനുഷ്യർക്ക് ശക്തിയില്ല, എനിക്ക് ശക്തിയില്ല. എൻ്റെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാമെന്നുള്ളതല്ലാതെ കർത്താവ് ഇതിനകത്ത് ഇടപെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പുതിയ സൃഷ്ടിയാകത്തുള്ളൂ. അതുകൊണ്ട് ഈ വചനം ഞാൻ നിങ്ങളോട് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡിക്ഷൻ ഏത് അഡിക്ഷൻ ആയാലും അത് പൊട്ടിക്കുവാൻ കർത്താവ് ശക്തനാണ്. ആ ദൈവം നിങ്ങളെ വിടുവിക്കും. മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ വെറുക്കൂത്തുകൾക്കോ ഏതെല്ലാം നിലകളിൽ നിങ്ങൾ അശുദ്ധരാണെങ്കിലും അഡിക്ഷനിലാണെങ്കിലും ദൈവത്തിന് നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നുള്ള വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ, നിങ്ങളെ ശക്തീകരിക്കട്ടെ. പിന്മാറ്റക്കാർ മടങ്ങി വന്നട്ടെ. രോഗത്തിൽ ഉള്ളവർക്ക് കർത്താവ് സൗഖ്യം നൽകും. പിന്മാറ്റക്കാർ മടങ്ങി വന്നാട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇത്രയും സമയം അനുവദിച്ച പ്രിയ കർത്തദാസൻ പാസ്റ്റർ അനീഷ് ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന യൂട്യൂബ് ചാനലിനും കർത്താവിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.